വലരിബൂഹുന്ന, അവരുടെ ചിന്തയെയും അവരുടെ മനസ്സിനെയും ഉന്നതമായ ഒന്നിലേക്ക് തിരിച്ചുവിടുക. അതാണ് വലരിബുലഹും മസലൻ അസ്ഹാബുൽ കറി, ഒരു മസല്, അവർക്ക് ലോകത്തിന് ഒരു മസല്, മാതൃക നൽകാൻ പറ്റുന്ന ഒന്നിലേക്ക് അവന്റെ മനസ്സിനെ തിരിച്ചുവിടുക, ആ അസ്വാദികളെ തിരിച്ചുവിടുക. അതാണ് വലരിബൂഹുന്ന എന്ന് പറഞ്ഞാൽ. തല്ലാനല്ല. ലറബക്ക് 50 ചില്ലാന സ്ഥലങ്ങൾ ലറബ വന്നിട്ട് തല്ലാന്ന് പറയുന്നത് ഇവിടെ 2-3 സ്ഥലത്തുള്ളൂ. ഒന്നും വലരിബി അസാക്കൽ ഹദറ, വടി കൊണ്ട് കല്ലുമ്മ തല്ലാം, പിന്നെ ഒന്ന് ഈ പെണ്ണിനെ തല്ലാം, പിന്നെ 1-2 സ്ഥലത്ത് തല വെട്ടുകയെന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ മനുഷ്യന് അവർക്ക് ഉന്നതമായ ഉദാഹരണങ്ങൾ വിവരിച്ചു കൊടുത്തുകൊണ്ട് അവരെ ചിന്തയെ ഇവിടേക്ക് തിരിച്ചുവിടുക എന്ന് തന്നെയാണ്. ബാക്കി 50ഓളം സ്ഥലങ്ങളിൽ ഇവരെന്നെ കൊടുത്ത അർത്ഥം, നമ്മൾ കൊടുത്ത അർത്ഥമല്ല. വലരിബുലഹും മസലൻ അസ്ഹാബുൽ ഖറിയത്തി ഇദ് ജാഅഹുൽ മുർസലൂൻ എന്ന് പറയുന്നത് അതാണ്. അടിക്കുക എന്നുള്ള അർത്ഥം തന്നെ 33 അർത്ഥം ലോകത്തിൽ തന്നെ ഉണ്ട്, ഡിക്ഷണറി തന്നെ ഉണ്ട്. 33 അർത്ഥം. അവര് ഈ ഖുർആനിൽ ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. അതെന്താന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ഒരു മസല്, ലോകത്തിന് മസലായിട്ട് ഒരു മോഡലായി കാണിക്കാൻ പറ്റുന്ന ഗുണങ്ങളിലേക്കും സ്വഭാവങ്ങളിലേക്കും നമ്മുടെ മനസ്സിനെയും ചിന്തയെയും തിരിച്ചുവിടുക, ശ്രദ്ധ അങ്ങോട്ട് കൊണ്ടുപോകുക. അതിനാണ് വലരിബ്. അതാണ് വലരിബു ഫൗക്കൽ അയനാക്കി വലരിബു കുല്ല ബനാൻ എന്ന് പറയുന്നത്. അതാണ് അവരുടെ അയനാക്കുകള് ചങ്ങലകളുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് ഈ ഒഴുക്കല്ല എന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ആരോ എന്ന് ചോദിച്ചു, വലരിബു ഫൗക്കൽ അയനാക്കി മനസ്സിലാക്കി, വലരിബു കുല്ല ബനാൻ മനസ്സിലായിട്ടില്ല എന്ന് ആരോരാൾ ചോദിക്കും. ബന എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക എന്നാണ്. ബന നിർമ്മിക്കുക, അല്ലാതെ അവരുടെ ചൂണ്ടുവിരലുകളെ യോജിപ്പിക്കാൻ അല്ലാഹ്ക്ക് കഴിയുന്നല്ലാത്തതിനല്ല. ബലാ ഖാദിരീന അലാ അൻ നുസവ്വിയ ബനാന, അള്ളാഹു അവന്റെ ഓരോ വിരൽത്തുമ്പുകളെയും ശരിയാക്കാൻ അള്ളാഹുവിന് കഴിയും എന്ന് സൂറത്തുൽ ഖിയാമയിൽ ഒരു വിശദീകരിക്കുന്നു. അത്രമാത്രം കഴിവുള്ളവനാണ് അള്ളാഹു. ബനാന എന്ന് പറഞ്ഞാൽ അവന്റെ വിരൽത്തുമ്പുകൾ. അതുകൊണ്ട് ലോകത്തുള്ള എല്ലാ ആളുകളുടെയും വിരൽത്തുമ്പുകൾ വേറെ വേറെയാണ് എന്നൊക്കെ പറഞ്ഞ് ഞാനും വയത് പറഞ്ഞിട്ടുണ്ട്. എന്റെ ആദ്യത്തെ വയലാണ് ആദ്യത്തെ ഹുതുബ. യാദൃച്ഛികമായി ഒരു പള്ളിയിൽ പോയി പെട്ടതാണ്. അവിടുത്തെ ഹതീബ് അന്ന് വന്നില്ല. എന്റെ സുഹൃത്ത് പറഞ്ഞ് ഇഞ്ച കേറിക്കാന്ന് പറഞ്ഞു. ഇതാ വല കാതിരീന, അതാണ് ഞാനതാണ് ഓർക്കാൻ കാരണം. വല കാതിരീന അലാ നുസവ്വിയ ബനാന, അള്ളാഹുവിന് അവന്റെ ഓരോ വിരൽ തുമ്പുകളും ശരിപ്പെടുത്താൻ കഴിവുള്ളവനാണ് അള്ളാഹു എന്ന് വിശദീകരിക്കേണ്ടായിരുന്നു. അതുപോലെ അത് വേറെ വിഷയം. അപ്പൊ ബനാന എന്ന് പറഞ്ഞാൽ വിരൽത്തുമ്പുകളല്ല. ബനാൻ എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക. ബനാൻ എന്ന് പറഞ്ഞാൽ നിർമ്മിച്ച് കഴിഞ്ഞത്. ബനി എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത്. ബനാത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നിർമ്മിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇനിയും അതിലേക്ക് ഒരുപാട് പരിശുദ്ധമായ അറിവുകൾ വന്നു ചേരേണ്ടതുണ്ട്. അതാണ് ബനാത്ത്. ബനൂൻ എന്ന് പറഞ്ഞാൽ അവനിൽ നിന്ന് പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന, വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന അറിവുകൾ, അവന്റെ ചിന്തയിൽ പണിതുകൊണ്ടിരിക്കുന്ന, ഇപ്പൊ വാവുൽ ഉഹൂറിനാണ് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ബനൂന്. ബനീൻ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ്, യാതൊരു തുടർച്ചയെയാണ് സൂചിപ്പിക്കുന്നത്. ഇസ്തിംറാറിയത്ത് എന്നാണ് അതിന് അറബി പറഞ്ഞത്. ബനാ എന്ന് പറഞ്ഞാൽ അലിഫിട്ട് പറഞ്ഞാൽ നിർമ്മിച്ച് കഴിഞ്ഞത്. ഇപ്പൊ അവൻ എന്തൊക്കെ അറിവുകളെ പണിതിട്ടുണ്ടോ, അവന്റെ മനസ്സിലും ചിന്തയിലും പണിതു വെച്ചിട്ടുണ്ടോ, അതിന്റെയൊക്കെ മാറ്റി അവനെ പുതിയ ഒന്നിലേക്ക് അവന്റെ ശ്രദ്ധയെയും ചിന്തയെയും തിരിച്ചുവിടുന്നു. അതാണ് വലരിബു കുല്ല ബനാൻ എന്ന് പറയുന്നത്. അവൻ ഇപ്പൊ നിർമ്മിച്ച അറിവുകളൊക്കെ പുതുക്കി പുതിയൊരു അറിവിലേക്ക് അവന്റെ ചിന്തയെ തിരിച്ചുവിടണം. അതാണ് വലരിബു കുല്ല ബനാൻ. അല്ലാതെ പെരടിയൊക്കെ വെട്ടിക്കഴിഞ്ഞ് ആ കബദ്ധങ്ങളുടെ ഓരോന്നിന്റെയും നടന്ന് വിരലുകള്, കൈയും കാലും ഓരോ വിരലുകളും നടന്ന് വെട്ടണം എന്നല്ല. അങ്ങനെ വെട്ടുകയാണെങ്കിൽ ഈ മുസാഫ് കൂട്ടി വെക്കുക നല്ലത്. ഇത് ചെയ്ത് വായിക്കാതിരിക്കാൻ നല്ലത് ഈ ലോകത്ത്. അതെന്നെ പറയണം. ഇപ്പൊ ലോകത്ത് കണ്ടില്ല, ഇത് പറയാൻ തന്നെ ഇപ്പൊ മാനക്കടയില്ല. അത്രമാത്രം 2 എക്സ്ട്രീമിലാണ് ഇപ്പൊ ഈ സമൂഹമുള്ളത്. ഇതിന്റെ രണ്ടിന്റെയും മധ്യത്തിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കാൻ. നല്ല പ്രയാസമാണ്.